രജനീകാന്തിനെ നായകനാക്കി TJ ജ്ഞാനവേൽ രചിച്ച് സംവിധാനം ചെയ്ത വേട്ടയൻ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. മാസ് ആക്ഷൻ ത്രില്ലറായിട്ടാണ് ചിത്രം എത്തുന്നത്. ഒക്ടോബർ 10 ആഗോള റിലീസായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് സിനിമ എത്താൻ പോവുകയാണ്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ അല്ലിരാജ് നിർമ്മിച്ച വേട്ടയൻ കേരളത്തിൽ വമ്പൻ റിലീസായി വിതരണത്തിനെത്തിക്കുന്നത് ശ്രീ ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം മൂവീസാണ്. മലയാളി താരങ്ങൾ കൂടി അഭിനയിച്ചതുകൊണ്ട് തന്നെ മലയാളികളും കാത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി. ഫഹദ് ഫാസിൽ, മഞ്ജു വാര്യർ, സാബുമോൻ എന്നിവരാണ് മലയാളത്തിൽ നിന്ന് വേട്ടയന്റെ ഭാഗമാകുന്നത്. അമിതാഭ് ബച്ചൻ, റാണ ദഗ്ബാട്ടി, ശർബാനന്ദ്, ജിഷു സെൻഗുപ്ത, അഭിരാമി, ഋതിക സിംഗ് തുടങ്ങിയ പ്രമുഖ താരങ്ങൾ അഭിനയിക്കുന്ന ചിത്രം സൂപ്പർ ഹിറ്റ് ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇതിനിടയിലാണ് താരങ്ങളുടെ ശമ്പളങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ പുരോഗമിക്കുന്നത്. ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് മഞ്ജു വാര്യർക്ക് ഫഹദ് ഫാസിലിനേക്കാൾ പ്രതിഫലം കുറവാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യമാണ് ചർച്ചയാകുന്നത്. ചിത്രത്തിന് വേണ്ടി രജനീകാന്ത് വാങ്ങുന്നത് 125 കോടിയാണ് എന്നാണ് വിവരം. മഞ്ജു വാര്യർക്ക് 2 കോടിയും ഫഹദ് ഫാസിലിന് 4 കോടിയുമാണ് പ്രതിഫലം എന്ന റിപ്പോർട്ടുണ്ട്. അമിതാഭ് ബച്ചൻ അതിഥി വേഷം ആയതുകൊണ്ട് തന്നെ പ്രതിഫലം 7 കോടി രൂപയും റാണ ദഗ്ബാട്ടിക്ക് 5 കോടിയുമാണ് പ്രതിഫലം എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശ കണക്കുകളാണ്. 25 ലക്ഷമാണ് ഋതിക സിംഗ് വാങ്ങുന്നത് എന്നാണ് സൂചന. ചിത്രത്തിന്റെ തിരക്കഥ ആദ്യം രജനീകാന്തിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. വേട്ടയന്റെ ഓഡിയോ ലോഞ്ചിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത് രജനീകാന്ത് തന്നെയാണ്. മകൾ സൗന്ദര്യയാണ് TJ ജ്ഞാനവേലിന്റെ കഥ കേൾക്കണമെന്നും സൗന്ദര്യക്ക് കഥ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതെന്നും കേൾക്കാൻ രജനീകാന്തും സമ്മതിക്കുകയായിരുന്നു എന്നുമാണ് വാർത്ത. TJ ജ്ഞാനവേൽ കഥ പറഞ്ഞതും അവതരിപ്പിച്ചതും എല്ലാം ഇഷ്ടമായെങ്കിലും തിരക്കഥയിൽ എന്തോ ഒരു പോരായ്മ തോന്നിയെന്നും തിരക്കഥയിൽ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒന്നും തന്നെ ഇല്ല എന്നതായിരുന്നു കുറവെന്നുമാണ് രജനീകാന്തിന് തോന്നിയത്. കഥ ഇഷ്ടപ്പെട്ടുവെന്നും പക്ഷേ ഒരിക്കൽ കൂടി ഇതിൽ റീവർക്ക് ചെയ്യൂ എന്ന് രജനീകാന്ത് നിർദ്ദേശിച്ചുവെന്നും അതിന് TJ ജ്ഞാനവേൽ തനിക്ക് 10 ദിവസത്തെ സമയം കൂടെ തരണം എന്ന് പറഞ്ഞുവെന്നുമാണ് വിവരം. എന്നാൽ അന്ന് പിരിഞ്ഞതിനു ശേഷം 2 ദിവസങ്ങൾക്കകം അദ്ദേഹം തിരിച്ചു വിളിച്ച് കൊമേഴ്ഷ്യൽ എലമെന്റ്സ് കൊണ്ടുവരാം, പക്ഷേ ഇത് നെൽസൺ ദിലീപ് കുമാറോ ലോകേഷ് കനകരാജോ ചെയ്യുന്നത് പോലെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആയിരിക്കില്ല എന്നും തന്റെ സ്റ്റൈലിലും രീതിയിലുമുള്ള സിനിമയായിരിക്കും എന്ന് പറഞ്ഞുവെന്നും അത് രജനീകാന്ത് അംഗീകരിച്ചു എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഫേക്ക് എൻകൗണ്ടറുകളെ കുറിച്ചുള്ള വിഷയമാണ് ചിത്രം കൈകാര്യം ചെയ്യുന്നത്. റിട്ടയർഡ് പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് രജനീകാന്ത് സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. രജനീകാന്തിന്റെ 170ാം ചിത്രമാണിത്. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന വേട്ടയൻ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലാണ് റിലീസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത മനസ്സിലായോ സോങ്ങിന് ശേഷം മഞ്ജു വാര്യർ രജനീകാന്ത് കോമ്പിനേഷനിലുള്ള മറ്റൊരു വീഡിയോ കൂടി ട്രെൻഡിങ്ങിൽ വന്നിരുന്നു. രജനീകാന്തിന്റെ ഭാര്യ കഥാപാത്രമായിട്ടാണ് ഈ സിനിമയിൽ മഞ്ജു വാര്യർ എത്തുന്നത്. താര എന്നാണ് മഞ്ജു വാര്യരുടെ കഥാപാത്രത്തിന്റെ പേര്.